ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ട്. അതിനുമുമ്പ് നമ്മള് കണ്ണൂർ ബൈപ്പാസിന്റെ വീട് കണ്ടു കഴിഞ്ഞു. ആ വീട് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഏകദേശം 2026 കണ്ണൂർ ബൈപ്പാസ് തുറക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അതേമാതിരി തന്നെ കണ്ണൂർ ജില്ലയിലെ മറ്റൊരു ബൈപ്പാസ് ആണ് തളിപ്പറമ്പ് ബൈപ്പാസ്. ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു ബൈപ്പാസ് തന്നെയാണ് തളിപ്പറമ്പ് ബൈപ്പാസ്. ദേശീയപാത 66 വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോളിളക്കം സൃഷ്ടിച്ച ഒരു സമരമൊക്കെ നടന്നു, കീഴാറ്റൂർ വയൽക്കിളി സമരം. പക്ഷേ അതൊക്കെ പിന്നീട് മാറിയിട്ട് തളിപ്പറമ്പ് ബൈപ്പാസിന്റെ വികസനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പണികളെല്ലാം അവസാന ഘട്ടത്തിലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. തളിപ്പറമ്പ് ബൈപ്പാസിന്റെ അത്രയും പ്രശ്നങ്ങൾ പിടിച്ച ഒരു ഏരിയയാണ് തളിപ്പറമ്പ് ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പൊ ഇതാണ് കുറ്റിക്കോൽ എന്ന് പറഞ്ഞ സൈഡ്. കുറ്റിക്കോൽ നിലവിലെ പാലം നിലനിർത്തിയിട്ട് മറുഭാഗത്ത് 3 വരി പാതയും പഴയ പാലത്തോട് ചേർന്നിട്ട് അതിന്റെ മറുഭാഗത്ത് ആയിട്ട് വേറൊരു പാലോട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു 6 വരി പാലം തന്നെയാട്ടോ. അപ്പൊ കുറ്റിക്കോൽ ഭാഗത്തു നിന്നാണ് തളിപ്പറമ്പ് ബൈപ്പാസ് തുടങ്ങുന്നത്. ഇവിടെ നേരെ കാണുന്ന റോഡ് പോകുന്നത് തളിപ്പറമ്പ് ടൗണിലേക്കാണ്. അപ്പം ഇവിടെ വലിയൊരു ഡ്രൈനേജ് ഉണ്ട്. ആ ഡ്രൈനേജ് മുകൾ ഭാഗത്ത് ചെറിയൊരു പാലം നിർമ്മിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ഇത് വയൽ പ്രദേശങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. എവിടം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടുവം റോഡുണ്ട്, അവിടം വരെ വയൽ പ്രദേശങ്ങൾ കൂടെ അത് കടന്നു പോകുന്നു കേട്ടോ. അതിൻ്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഈ തളിപ്പറമ്പ് ബൈപ്പാസിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിരിക്കുക. ഏകദേശം ഒരു 10 മാസത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അന്ന് കണ്ട അതേമാതിരി തന്നെ പല ഭാഗങ്ങളും ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഇവിടെ വന്നൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതിനു മുമ്പ് ടാറിങ് കഴിഞ്ഞ കുറെ പ്രദേശമുണ്ടായിരുന്നു, മണ്ണിട്ട് ഉയർത്തിയ പ്രദേശങ്ങളിൽ. അതിന്റെ സൈഡിലായിട്ട് ജിയോ സെല്ല് ഉപയോഗിച്ചിട്ട് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ 4 അടിപ്പാതകൾ ഇതിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു വയഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നിർമ്മാണങ്ങൾ ഏകദേശം റോഡിന്റെ ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ സെൻട്രലിലെ ഡിവൈഡർ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 ഭാഗത്തും നിങ്ങൾ കണ്ട ആ കറുത്ത സാധനമാണ് ജിയോ സെല്ല്. ഇതുപോലത്തെ നിർമ്മാണം നമ്മൾ കണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വളാഞ്ചേരി ബൈപ്പാസിന്റെ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് സൈഡിലൊക്കെ ഒരു കയർ ഭൂവസ്ത്രം, ഒരു ചാക്കിന്റെ സാധനം ഇട്ടിട്ടൊക്കെ അവിടെ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരത്തെ ഒരു നിർമ്മാണം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം മണ്ണിട്ട് ഉയർത്തിയ ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ട് സോയില് സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് CTSBയുടെയും WMMന്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചില ഭാഗത്ത് എന്താ പറയുക, പ്രൈം കോട്ട് എന്ന് പറയും, ഇത് വിറ്റമിൻ കോട്ട് ചെയ്തിരിക്കുകയാണ് ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള വർക്കുകൾ നടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ JCB വെച്ചിട്ട് ഇങ്ങനെ ഉറപ്പിക്കുന്നുണ്ട് മണ്ണ്. ഇതൊരു അടിപ്പാതയാണ്. അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് 2 ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടിപ്പാതകളുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്ന് വെച്ചാൽ അപ്രോച്ച് റോഡ് വന്ന് കഴിയുന്ന സ്ഥലം മുതൽ വീണ്ടും ടാറിങ്ങിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുക. ഇനി ഇതിന്റെ സൈഡിലൊക്കെ W സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ കാര്യമായ കീഴാറ്റൂർ സമരത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വലിയൊരു സമരം തന്നെയായിരുന്നു വയൽക്കിളി സമരങ്ങളൊക്കെ. കാരണം ഇത് പാടത്തൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറെ പ്രശ്നങ്ങൾ, ഈ റോഡ് കടന്നു പോകുമ്പോൾ ഇതേമാതിരി നിർമ്മിച്ചു കഴിഞ്ഞാൽ പാടത്ത് വെള്ളം കെട്ടും, അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസ് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ണൂർ ബൈപ്പാസ് കണ്ടു കഴിഞ്ഞു. കണ്ണൂർ ബൈപ്പാസ് നിങ്ങൾ കണ്ടില്ല, പല സ്ഥലങ്ങളിലും വയഡക്റ്റിന്റെ നിർമ്മാണം അതുപോലെ തന്നെ അടിപ്പാതയുടെ നിർമ്മാണങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്രോച്ച് റോഡിന്റെ പണികൾ എവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനേക്കാളും വലിയ റിസ്ക് ഉള്ള ഏരിയ തന്നെയായിരുന്നു കണ്ടൽക്കാടുകൾ കൂടിയാണ്. ഏകദേശം പകുതിയോളം ഭാഗങ്ങൾ നമ്മളെ കണ്ണൂർ ബൈപ്പാസിന്റെ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രത്തോളം ഈ പണികൾ ലേറ്റ് ആകുന്നതെന്ന് ഒരു പിടുത്തമില്ല. കാരണം ഇത് കുറേ മുൻപ് തന്നെ ഇവിടെ അലൈൻമെന്റ് എടുത്തിട്ട് ടാറിങ്ങിന്റെ വർക്കുകളും അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാണ്. അതുപോലെ തന്നെ വയഡക്റ്റിന്റെ നിർമ്മാണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്ത മാതിരിയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞില്ല, മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ്. അതിന്റെ അവിടെ സൈഡിലായിട്ട് നോക്കി ഇങ്ങനെ ചെരിച്ചിട്ട് മണ്ണ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ അവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് ജിയോ സെല്ലൊക്കെ വിരിക്കും. ജിയോ സെല്ല് വിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ സൈഡിലുള്ള മണ്ണ് താഴത്തേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ആ മണ്ണ് അവിടെ തടഞ്ഞു നിർത്തുന്നതുമാണ്. ഈ നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസ് തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറ്റിക്കോൽ ഭാഗത്ത് തുടങ്ങിയിട്ട് പിന്നീട് കുപ്പം പാലത്തിനോട് അവസാനിക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു വയഡക്റ്റ് വന്നിട്ടുണ്ട്. വയഡക്റ്റിന്റെ നിർമ്മാണ ശേഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ റിസ്ക് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ പട്ടുവം റോഡ് കടന്നു പോകുന്നത്. തളിപ്പറമ്പിൽ നിന്നും പട്ടുവത്തേക്ക് പോകുന്ന റോഡുണ്ട്. അവിടെ ഭയങ്കര ഉയർന്ന പ്രദേശമാണ്. അപ്പൊ അവിടെ ഒരു ഓവർപാസ് ആണ് നിർമ്മിക്കാനുള്ളത്. ഇപ്പൊ ഇത് നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി സൈഡിൽ ജിയോ സെല്ലൊക്കെ വിരിച്ചിരിക്കുകയാണ്. ഇതിനുള്ള മെറ്റലും അതൊക്കെ ഇട്ടിട്ട് അതിന്റെ മോൾ ഭാഗത്താണ് പിന്നീട് പുല്ല് വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് W സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് വരിക. അതുപോലെ തന്നെ സെന്ററിൽ നല്ല രീതിയിൽ തന്നെയാണ് ഡിവൈഡർ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കും. എന്തായാലും നല്ലൊരു അതിമനോഹരമായ ഒരു ബൈപ്പാസ് തന്നെയായിരിക്കും. നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് നിങ്ങൾ കണ്ടില്ല, മലപ്പുറം ജില്ലയിലെ അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഈ തളിപ്പറമ്പ് ബൈപ്പാസും വരുന്നുണ്ട്. പക്ഷെ അതിന്റെ സെൻട്രൽ ഡിവൈഡർ വീതിയില്ല. പക്ഷെ ഇവിടെ ഡിവൈഡർ നല്ല വീതിയുണ്ട്.
അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്നാലും കാണാൻ നല്ല രസമുണ്ട്, കാരണം രണ്ട് ഭാഗത്തും അയൽപ്രദേശമാണ്. പക്ഷെ ഇവിടെ ഒന്നും സർവീസ് റോഡില്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സെൻട്രലാണ് സ്ട്രീറ്റ് ലൈറ്റ് വരിക. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പഴയ കാലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. തളിപ്പറമ്പ് ബൈപ്പാസിന്റെ വികസനം വലിയ മഴക്കാലത്തൊക്കെ വന്ന സമയത്ത് ഇവിടെ ഫുള്ള് ചളിക്കട്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിഷാദ് പടിഞ്ഞാറ്റൂരുണ്ട്. അതിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് വയഡക്റ്റ് ആരംഭിക്കുന്നത്. വയഡക്റ്റ് നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല. രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട്. അപ്പം ഇതൊക്കെ മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടുള്ളൂ. ഇതിന്റെ മുകൾ ഭാഗത്താണ് BM ഉം BC യും വരാനുള്ളത്. എന്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അന്ന് ഇവിടെ മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അന്ന് മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനിയും കുറച്ച് ഭാഗത്തൂടെ നടക്കാനുള്ള പ്രദേശങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പട്ടുവം റോഡ് കടന്നു പോകുന്നത്. തളിപ്പറമ്പിൽ നിന്നും പട്ടുവം ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട്. അവിടെ ആയിട്ടാണ് ഒരു ഓവർപാസ് വരാനുള്ള കേട്ടോ. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വർക്കുകൾ വളരെ അധികം മെല്ലപ്പാണ്. കാരണം ഇതിന് മുൻപായിട്ട് മഴ പെയ്ത സമയത്ത് സൈഡിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പിന്നീട് വർക്കുകൾ നടന്നിട്ടാണ് നമ്മൾ ഓവർപാസിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് പട്ടുവം റോഡ് കടന്നു പോകുന്ന സ്ഥലം. നോക്കിയാൽ നിങ്ങൾ, ഇത് വന്ന് നേരെ കയറാനുള്ളത് നേരെ ഇവിടെ കേട്ടോ. ഇനി ഇതിപ്പോൾ നേരെ നീട്ടുമെന്നറിയില്ല, കാരണം പല സ്ഥലത്തും ഇതേമാതിരി പാലങ്ങൾ വീണ്ടും നീട്ടിയിട്ടുണ്ട്. അപ്പോൾ വയഡക്റ്റ് ചിലപ്പോൾ നീട്ടുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്രോസിംഗ് വരില്ല. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഒരു വയഡക്റ്റ് ആയിട്ടാണ് പോകട്ടോ. എന്തായാലും വർക്കുകൾ നടക്കുന്നുണ്ട്. ഓവർപാസിന്റെ ഒരു ഘടനയിലാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേമാതിരി പാലങ്ങൾ നീട്ടം കൂടുമ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് തന്നെ പാലത്തിന് നീട്ടം കൂട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മൂന്നിവിടിക പെരിഞ്ഞനം ഭാഗത്താണ് അതേമാതിരി പാലത്തിന് നീട്ടം കൂടുന്നു. കൊറ്റംകുളം ഭാഗത്തൊക്കെ പാലത്തിന് ശേഷം രണ്ട് ഭാഗത്തും നീട്ടം കൂട്ടുന്നുണ്ട്. അതേമാതിരി പല മാറ്റങ്ങളും ഇപ്പോൾ ദേശീയപാത 66 നിർമ്മാണങ്ങൾ നടന്ന സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി തളിപ്പറമ്പ് ബൈപ്പാസിനെ കുറിച്ച് പറയണം. ഇതുവരെ നിങ്ങൾ കണ്ടത് ട്രailer മാത്രമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാനുള്ള കാഴ്ച ഉണ്ട്. നമ്മുടെ കൊപ്പം പാലം വരെ അതൊരു 1.5 കാഴ്ച കേട്ടോ. അവിടെയാണ് ഇവിടുത്തെ വർക്കുകൾ പെൻഡിങ് ആയിരിക്കുന്ന സ്ഥലം. ഇപ്പൊ നമ്മൾ കുറ്റിക്കോലിൽ നിന്നും ഏകദേശം നമ്മൾ പട്ടുവം റോഡ് വരെ വന്നത് നല്ല നിരപ്പായ സ്ഥലങ്ങളൊക്കെയാണ്. പാടത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടും അതുപോലെ തന്നെ അടിപ്പാതയുടെ നിർമ്മാണം കണ്ടു. അതുപോലെ തന്നെ വയഡക്റ്റിന്റെ നിർമ്മാണം കഴിഞ്ഞു. പിന്നീട് ഈ റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ കൊപ്പം ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് വലിയ കുന്നാണ്. ഈ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് അതിൽ കൂടിയാണ് 6 വരി പാത കടന്നു പോകുന്നത്. അപ്പൊ ഈ സൈഡൊക്കെ നിങ്ങൾ നോക്കിയേ, പല സ്ഥലത്തും സോയിൽ നെയിലിംഗ് പാളിയിട്ടുണ്ട്. ഇപ്പം സോയിൽ നെയിലിംഗ് പാളിയ സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പൊ റോഡിന്റെ നിർമ്മാണം പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും ഈ റോഡിന് സൈഡിൽ കെട്ടുവരിക എന്ന്, കോൺക്രീറ്റ് ആണോ അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മളെ സോയിൽ നെയിലിംഗ് ആണോ എന്നുള്ളത് എങ്ങനെയാ നമുക്ക് കണ്ടറിയേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വയഡക്റ്റ്, ഇതാണ് ചെറിയൊരു വയഡക്റ്റ് ആണ്. ഇവിടെ താഴ്ന്ന പ്രദേശമാണ്. അപ്പൊ കുറച്ചൊന്ന് ഉയരത്തിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഓവർപാസ് മുകളിലൂടെ പോകുമ്പോൾ അടിഭാഗത്തു കൂടെ 6 വരിപ്പാത ഇങ്ങനെ വന്നിട്ട് നേരെ നമ്മളെ ഈ വയഡക്റ്റിന്റെ മുൾഭാഗത്തൂടെ വരും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ വലിയൊരു കുന്നുണ്ട്. ആ കുന്നിന്റെ ഒരു ഭാഗം മാത്രമേ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഈ റോഡിന്റെ നിർമ്മാണം കുറെ ഭാഗത്ത് പൂർത്തീകരിച്ചു. ഇവിടെയൊക്കെ ടാറിങ്ങിന്റെ വർക്ക് ശേഷം പൂർത്തീകരിച്ചാണ്. ഇപ്പൊ നമ്മള് നേരത്തെ കുറ്റിക്കോൽ ഭാഗത്ത് കണ്ട മാതിരി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ട് റോഡിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്തൊക്കെ അവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കൊന്നും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റിയിരുന്നില്ല. പിന്നീട് വന്ന സമയത്തൊക്കെയാണ് ഏകദേശം റോഡൊക്കെ ലെവലായത്. എന്തായാലും ഇവിടെയൊക്കെ ടാറിങ്ങിന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് ഒരു പാലം കൂടി വന്നിട്ടുണ്ട്. ആ പാലും ഈ പാലും കണക്ട് ചെയ്ത് വരും കേട്ടോ. അതൊക്കെ താഴ്ന്ന പ്രദേശമാണ്. അപ്പൊ റോഡ് ഉയർന്നു വന്നിട്ട് പിന്നീട് മണ്ണിട്ട് കുറച്ച് പൊന്തിച്ചാൽ മതിയാവും ഈ വയഡക്റ്റിന് മുകൾ ഭാഗത്ത് എത്താൻ വേണ്ടി. ഹൈറ്റ് ഇല്ലാത്തൊരു വയഡക്റ്റാണ്. അത് കഴിഞ്ഞാണ് പിന്നീട് നമ്മളെ കുപ്പം പാലം കാണുന്നത്. തളിപ്പറമ്പ് ടൗണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ഈ ഭാഗത്തൂടെ യാത്ര ചെയ്തൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. നല്ല ബ്ലോക്കുള്ള ടൗൺ ആണ്. കിലോമീറ്ററോളം ബ്ലോക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മൾ ഈ തളിപ്പറമ്പ് ബൈപ്പാസ് വരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, 2026 തുറന്നു കൊടുക്കാൻ സാധിക്കൂലെന്ന് തോന്നുന്നു. 2027 ഇത് തുറന്നു കൊടുത്താൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം 2027. പല സ്ഥലത്തും മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശങ്ങളാണ്. ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ റിസ്കി ഏരിയ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത 66 തളിപ്പറമ്പ് ബൈപ്പാസിന്റെ വിശേഷങ്ങൾ. വെച്ചാൽ നമ്മളെ വയൽക്കിളി സമരം അതുപോലെ തന്നെ കീഴാറ്റൂർ സമരമൊക്കെ നടന്ന സ്ഥലമാണത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.